ഭയപ്പെടുമൊന്നും വേണ്ട കേട്ടോ. അവൻ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ കൊല്ലൂന്നൊക്കെ. കൊല്ലൊന്നുമില്ല. എന്നെ ഇങ്ങനെ ചിലപ്പോ ഓരോന്നൊക്കെ പറഞ്ഞ അവൻ പേടിപ്പിക്കാറുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല. അവൻ ആള് വെറും പാവാ. എന്തിനാ എന്നെ കിഡ്നാപ്പ് ചെയ്തത്? എന്താ? എന്തിനാ എന്നെ തട്ടിക്കൊണ്ട് വന്നതെന്ന്? ഓ അങ്ങനെ. അത് കുട്ടിയെ തട്ടിക്കൊണ്ടു വന്ന കുട്ടിയുടെ അച്ഛൻ ചോദിക്കുന്ന പണം തരുന്ന ഒരാള് പറഞ്ഞേ. ഞങ്ങൾക്കാണെങ്കിൽ പണത്തിന് വളരെ അത്യാവശ്യമുണ്ട്. വാടക കൊടുക്കണം, ചെട്ടിയാർക്ക് കൊടുക്കണം. താഴത്തെ വീട്ടുകാരുടെ കാരുണ്യം കൊണ്ടാ വാടക കൊടുക്കാതെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കഴിയുന്നത്. കുട്ടിയുടെ അച്ഛൻ പണം തരുമല്ലേ? തരും. എന്റെ ഒരുപാട് കാശുണ്ടായിരുന്നേ. കോവിലത്തുനിന്ന് വരുമ്പോ തോർത്ത് കെട്ടി. അച്ഛനെ അറിയാതെയല്ല, അച്ഛൻ തന്നെ തന്നതാണ്. അത് വരിക്കച്ചക്ക വാങ്ങിക്കാൻ വേണ്ടി പുറത്തു വരുന്ന സമയത്ത് 2-3 ആളുകൾ വന്ന് പിടിച്ചു പറിച്ചോണ്ട് പോയി. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതൊന്നും ചെയ്യില്ലായിരുന്നു. താനിങ് വാ, അടുത്തേക്ക് വാ. എന്താ കുട്ടി? താനീ കെട്ടെന്നഴിക്കോ? അത് വേണ്ട, രാമേന്ദ്രൻ എന്നെ കൊല്ലും. അഴിക്കടോ. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? എന്താടാ ഈ കുട്ടി എന്റെ പറയാൻ പാടില്ല സ്ഥലത്ത് ചവിട്ടിയേ. നീ എന്തിനാ അവളുടെ അടുത്ത് പോയത്? എന്തിനാണ് അവനെ ചവിട്ടിയത്? വേണമെങ്കിൽ നിന്നെ ചവിട്ടും. നിന്റെ കാല് രണ്ടും വെട്ടി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കും ഞാൻ. തനിക്ക് അതിനുള്ള ധൈര്യമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. എടീ, നിനക്കെന്നെ ശരിക്കും അറിയാഞ്ഞിട്ടാ. 30 വരെ കൊന്നവനാ ഞാൻ. 31ാമത്തെ പെണ്ണായിരിക്കുന്ന എന്റെ ജാതകത്തില്. നീ പോടാ വെള്ള കുറഞ്ഞ. മിണ്ടായിരിക്കടി ഈനാമ്പേച്ചി. നിന്റെ എല്ലില്ലാത്ത നാവിന്റെ ചെലക്കിലിയാ നിർത്തി തരാടി. നിന്റെ തന്ത കള്ളൻ MRCയെ ഞാനൊന്ന് വിളിച്ചോട്ടെ. അയാള് പോലീസിനെയും പത്രക്കാരെയൊക്കെ വിവരം അറിയിച്ചിട്ട് ബുദ്ധിമാൻ ചമഞ്ഞിരിക്കുക. തന്തയും മോൾ അനുഭവിക്കുന്നു. നോക്കിയോ. നിങ്ങൾ കാണിച്ച് ഭയങ്കര ബോറായി പോയി. ഇതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കും. നീ എന്നെ പേടിപ്പിക്ക. എന്റെ മോക്ക് വല്ലതും സംഭവിച്ചാൽ അങ്ങനെ വഴിക്ക് വാ. ഒന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ 1.5 ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം. 5 നയാ പൈസ ഞാൻ തരത്തില്ല റാസ്കൽ. മിസ്റ്റർ MRC, നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും നിങ്ങളുടെ മകൾ ഇവിടെ സുഖമായിട്ട് കഴിയുകയാണെന്ന്. വെറുതെയാണ് മിസ്റ്റർ. ഓരോ നിമിഷവും ക്രൂരമായ പീഡനങ്ങളേറ്റവൾ പുളയുകയാണ്. വേണമെങ്കിൽ കുട്ടിയുടെ കരച്ചിൽ കുറിച്ച് കേട്ടോളൂ. കരയടി. എനിക്ക് മനസ്സില്ല. എടീ, കരയാനാ പറഞ്ഞത്. താനാരാ എന്നെ കരയിക്കാൻ? കരയാൻ പറഞ്ഞാലും കരച്ചിൽ കേട്ടില്ല അല്ലേ? കേൾക്കില്ല. കരയാൻ പോലും അശക്തിയായി കിടക്കുകയാണ്. എടാ ടൈഗർ, നീ ജയിലിൽ പോകാൻ ഒരുങ്ങിക്കോ. സിറ്റി ടൈഗേഴ്സ് അത്ര മണ്ടന്മാരൊന്നുമല്ല. 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വീണ്ടും വിളിക്കും. എനിക്ക് യെസ് ഓർ നോ കിട്ടിയിരിക്കണം. തെണ്ടികള്. അവന്മാർക്ക് MRC ആരാന്ന് അറിയാൻ പാടില്ല. പിന്നെ ഞാൻ നാളെ ബാംഗ്ലൂരിലേക്ക് ഒരു ടിക്കറ്റ് പറഞ്ഞാലോ എന്ന് ആലോചിക്കാം. എന്തിന്? എനിക്ക് തിരിച്ചു പോണ്ടേ? നീ തിരിച്ചു പോകാൻ വരട്ടെ. ഇവിടെ കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അവന്മാർ ആ പെൺകുട്ടിയെ താമസിയാതെ കൊല്ലും. എന്താ എത്ര ഉറപ്പ്? അതിനുമുമ്പ് പോലീസ് അവരെ പിടിച്ചാലോ? ചെല്ല, എന്തെങ്കിലും ഒന്ന് മുന്നിൽ കാണാതെ ഞാൻ പ്രവർത്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? പണത്തിന് വേണ്ടി അവന്മാര് വിളിക്കുമ്പോഴൊക്കെ കാര്യമില്ല എന്ന് ഞാൻ പറയും. പണം കിട്ടില്ല എന്ന് ഉറപ്പാകുകയും പോലീസ് പിടിച്ചേക്കൊന്ന് സംശയം ഉണ്ടാകുകയും ചെയ്യുമ്പോ അവന്മാര് കൊന്നിരിക്കും. നീ തൽക്കാലം ഇവിടെ തന്നെ നിക്ക്. ഈ പൊല്ലാപ്പൊന്ന് അവസാനിച്ച് കിട്ടിയാൽ. എത്ര കാലം ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്? ഇല്ല ഡിയർ, കുറച്ചു ദിവസം കഴിയട്ടെ. അത് കഴിഞ്ഞാൽ മറിയോ. എന്താ ഇത്? എന്തിനാ കരയുന്നേ? അല്ല, അതിലെന്ത് ഇൻസ്പെക്ടർ, എന്റെ മോള്. നോ 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 നോ. ആ കണ്ണുകൾ തുടയ്ക്കാം MRC. ഒരു മകള് നഷ്ടപ്പെട്ട അച്ഛന്റെ വികാരം എനിക്കറിയാം. ഞാൻ ഉറപ്പ് തരുന്നു, അധികം താമസിയാതെ തന്നെ നിങ്ങളുടെ മകളെ ഞാൻ ഇവിടെ എത്തിക്കും. അതോർക്കുമ്പോഴേ കൂടുതൽ വിഷമം. എന്താ, മകള് തിരിച്ചു വരുന്നുണ്ടോ? അതല്ല,
അവളെ രക്ഷിക്കാനുള്ള നിങ്ങളുടെ ശ്രമത്തിനിടയ്ക്ക് അവക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ഇൻസ്പെക്ടർ. എന്തായത് എംആർസി കൊച്ചുകുട്ടികളെ പോലെ പ്ലീസ്. സിറ്റി ടൈഗേഴ്സ് ആയിരിക്കും. അല്ലാതെ സെയിൽ ടാക്സി ഞാൻ എടുക്കാം. സിറ്റി ടൈഗേഴ്സ്. സെയിൽസ് ടാക്സ് അല്ല, സിറ്റി ടൈഗേഴ്സ് ആണ്. എംആർസിയുടെ ശബ്ദത്തിൽ ഞാൻ സംസാരിച്ചോളാം. നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? MRC ആണല്ലോ. എന്താ ടൈഗറിന് സംശയം തോന്നുന്നുണ്ടോ? എന്തായി തീരുമാനം? നാളെ പറഞ്ഞ സംഖ്യ തരാൻ പറ്റുമോ? തരാമല്ലോ. നാളെ എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം. അപ്പൊ കുറച്ചു മുമ്പ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഏത് കയറോഫില? അങ്ങനെ പറഞ്ഞോ? തരില്ല എന്ന് പറഞ്ഞോ? കള്ളം പറയാ ടൈഗർ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. കേട്ടതിൽ തെറ്റിയതായിരിക്കും. എന്ത് പുല്ലെങ്കിലും ആവട്ടെ. അപ്പൊ നാളെ എങ്ങനെ എക്സ്ചേഞ്ച്? അത് നാളെ രാവിലെ കൃത്യം 7 മണിക്ക് സുഭാഷ് നഗറിലുള്ള ചതുപ്പ് നിലത്തിനടുത്ത് ഞാൻ പെട്ടിയുമായി എത്താം. ഏത് പെട്ടി? പണപ്പെട്ടി. അവിടെ പുള്ളിയുടെ മകളുമായി. ആരുടെ മകള്? എന്റെ മകള്, ഏക മകൾ ആശ. നിങ്ങൾ അവളുമായിട്ട് അവിടെ എത്തണം. ശരി, അപ്പൊ നാളെ രാവിലെ സുഭാഷ് നഗറിൽ കാണാം. നല്ല ബുദ്ധി തോന്നിന് നന്ദി. MRC പോലീസോ പട്ടാളോ വല്ലോ ഉണ്ടെങ്കിൽ. അയ്യോ, ഒരിക്കലും ഇല്ല. എന്നെ വിശ്വസിക്കൂ. MRC ആണ് പറയുന്നത്. ഇപ്പൊ എവിടുന്നാ വിളിക്കുന്നേ? ഞങ്ങൾ ഓഫീസിൽ നിന്നാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് വിളിക്കാനാ. അവിടുത്തെ ഫോൺ നമ്പർ എത്ര? അത് 354. അതൊക്കെ പൂഞ്ഞാറ്റി ചെന്ന് പറഞ്ഞാ മതി. പൂഞ്ഞാർ. സിറ്റി ടൈഗേഴ്സ് ആവശ്യപ്പെട്ട കാശ് റെഡിയാക്കിക്കൊള്ളുക. അള്ളായുടെ കൃപയുണ്ടെങ്കിൽ നാളെ രാവിലെ എല്ലാം ശുഭമായി അവസാനിക്കും. പണമെന്ന് പറഞ്ഞ 1.5 ലക്ഷം. ഈ മോളിലും താഴെ നോട്ട് വെച്ചിട്ട് ഇടയ്ക്ക് പേപ്പർ വെച്ചാ പോരെ? നോ 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 നോ. ഇപ്പോഴത്തെ കിഡ്നാപ്പേഴ്സിനെ മിസ്റ്റർ MRCക്ക് അറിയില്ല. ദേ ആർ സയന്റിഫിക്. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അവരത് കണ്ടുപിടിക്കും. പരീക്ഷണത്തിന് മെനക്കെടണ്ട. പണം റെഡിയായിക്കൊള്ളുക, ഇല്ലെങ്കിൽ മോള് ക്ലീൻ ഔട്ട്. അയ്യോ, എന്റെ മോള്. MRC കരയല്ലേ? അല്ല, നാളെ രാവിലെ പിടികിട്ടല്ലേ? 3.5 തരം. അതിനുവേണ്ട എല്ലാ അറേഞ്ച്മെന്റ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓവർ. ഹലോ. സ്വാമിജിയാ? എന്താ വിശേഷം? അയാള് പണം തരാന്ന് പറഞ്ഞല്ലേ? ഇല്ലല്ലോ. കള്ളം പറയാതെ മോനെ, എനിക്കറിയാം. ശരി, പറഞ്ഞു. എന്താ കാര്യം? ആ ഫോൺ ചെയ്തത് MRC അല്ല, SI അബൂ ഹസനാ. പോലീസിന്റെ വലയിൽ പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ നാളെ പോകരുത്. പോയാ നിങ്ങൾ അകത്താ. വിശ്വാസവഞ്ചന കാണിച്ചാൽ ആ പെണ്ണിനെ ഇന്ന് തന്നെ അങ്ങ് തട്ടിയര്. അയാളൊന്ന് പഠിക്കട്ടെ. ഇതെല്ലാം അത്ര വ്യക്തമായിട്ട് അറിയാം. നിങ്ങളാരാ? ദൈവോ? തൽക്കാലം അങ്ങനെയാണെന്ന് കൂട്ടിക്കോ. ഞാൻ പറയുന്ന അനുസരിക്കുന്നതാണ് ബുദ്ധി. സ്വാമിജി, ഇനി ഇക്കാര്യത്തിൽ നിങ്ങളുടെ ഉപദേശം സിറ്റി ടൈഗേഴ്സിന് ആവശ്യമില്ല. ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം, എങ്ങനെ നീങ്ങണം ഞങ്ങൾ തീരുമാനിച്ചോളാം. വെക്കട്ടെ? ഇനി ഇങ്ങോട്ട് അധികം വിളിച്ച ബുദ്ധിമുട്ടൊന്നുമില്ല. ഹലോ ഹലോ. അബു ഹസൻ, എല്ലാം റെഡിയായോ? യെസ് സർ. ടെൻഷന് വാച്ച് കിട്ടാനും മറന്നു. സമയം എന്തായി? ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ബി റെഡി. യെസ് സർ. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് സിറ്റി ടൈഗേഴ്സ് നമ്മുടെ വലയിൽ വീഴും. ജീവൻ മരണ പോരാട്ടത്തിന് തയ്യാറായിക്കൊള്ളുക. ഓവർ. ഓക്കെ സർ. അബു ഹസൻ, MRC എത്തിക്കഴിഞ്ഞു. ഇനി കഷ്ടിച്ച് 1 സെക്കൻഡ് മാത്രം. സിറ്റി ടൈഗേഴ്സ് വരാൻ സമയമായി. ഓവർ. വേഷം മാറി വന്നിരിക്കുകയാണല്ലേ. നാട്ടുമ്പുറത്തേരുടെ വേഷത്തിൽ വന്നാൽ ഞാൻ മനസ്സിലാക്കില്ലെന്ന് കരുതിയോ വിട്ടികളെ? അബു ഹസൻ, നീ റെഡി? സിറ്റി ടൈഗേഴ്സ് എത്തിക്കഴിഞ്ഞു. മുന്നിൽ നടക്കുന്ന കൊമ്പൻ മീശക്കാരൻ വയസ്സിന്റെ കയ്യിൽ വാക്കിംഗ് സ്റ്റിക്കുള്ള സാധനമുണ്ട്. അത് മോസ്റ്റ് മോഡേൺ മെഷീൻ ഗണ്ണാണ്. തേങ്ങാ പോലൊരു സാധനം കയ്യിലുള്ളത് ഡൈനാമിറ്റോ ബോംബോ ആയിരിക്കും.
അവരുടെ മൂവ്മെന്റ് ശ്രദ്ധിക്കുക. ഇനി എങ്ങനാ പോണ്ടത് പണിക്കരെ? എങ്ങോട്ടാന്ന് ചോദിച്ചാ കിഴക്കോട്ടെന്നല്ലേ പ്രശ്നത്തെ കണ്ടത്. കിഴക്ക് എവിടെ അതിപ്പോ എങ്ങനെ അറിയാം? കിഴക്ക് അലിഞ്ഞാറ് കിട്ടിയാ പറയായിരുന്നു കിഴക്ക് എവിടെയാന്ന്. എന്താ ഇടോ ഒന്നുകൂടെ നോക്കാ പണിക്കരെ. നടന്ന് നടന്ന് തളർന്നു. ഓ വയ്യേ വയ്യ. നോക്കാനൊന്നും ഇല്ല, എന്നാലും തമ്പുരാന് വേണ്ടി ഒന്നുകൂടി നോക്കാം. അമ്മേ നാരായണ. അല്ലാ, ബോംബ് വെക്കാനുള്ള ശ്രമമാണല്ലോ. എന്താ അവരുടെ ഉദ്ദേശം? ഓവർ ഓവർ. ഹലോ, ബോംബ് ബോംബ്. ഓവർ ഓവർ. കണ്ടില്ലേ തെളിഞ്ഞിരിക്കണത്? ഇനിയും കിഴക്കോട്ട് തന്നെയാ. ആ എലി കിഴക്കോട്ട് പോയ അറബിക്കടലിലെത്തും. എന്ന് തുടങ്ങിയ നടപ്പാണ്. നടപ്പാണ്. എപ്പോഴാ തീരുക? തീരുക. ഇനി ഉടനെ കണ്ടുകിട്ടുന്നത് വരെ എന്താ എന്താ ഇനിയിപ്പൊ കിഴക്ക് എവിടാന്ന് ഇങ്ങനെ അറിയാ? കിഴക്ക് ഓടോ അതാ നിക്കണ അതാ അവർ MRC ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു. അവർ മൂവ് ചെയ്ത് തുടങ്ങി. Come on, arrest them. Fire! എന്തിനാ അവിടെ പോലീസ്? അയ്യോ എന്റെ അച്ഛൻ. ഓ തോക്ക്. Hands up. മാറ്റടാ തോക്ക്. നിന്നെ ഒന്നും എന്റെ കൈ കിട്ടില്ലെന്ന് വിചാരിച്ചോ? ഈ മീശപ്പൊക്കെ അകത്തിട്. മാർച്ച് 17 കാണാതായ കേണൽ നമ്പ്യാരുടെ ഭാര്യ ലീല, മെയ് 4 കാണാതായ ബാങ്കർ മൂസ ഹാജിയുടെ മകൾ സുഹറ, ജൂൺ 12 13 ഇടയ്ക്ക് സെന്റ് മൈക്കൽസ് കോൺവെന്റിൽ നിന്ന് അപ്രത്യക്ഷരായ നീന നീതു എന്ന 2 പിഞ്ച് പെൺകുട്ടികൾ. പറയടാ, ഇനിയും തെളിവുകൾ കിട്ടിയിട്ടില്ലാത്ത മേൽപ്പറഞ്ഞ കിഡ്നാപ്പിംഗ് കേസുകൾ മുഴുവൻ ചെയ്തത് നിങ്ങളല്ലേ? എന്തൊക്കെയാ നിങ്ങൾ പറയണത്? ഒരു പിടി കിട്ടലില്ല. വേണ്ട. സിറ്റി ടൈഗേഴ്സ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സാമൂഹ്യ വിരുദ്ധരെ ഈ അബു ഹസന്റെ മുന്നിൽ ഒന്നും മറച്ചു വെക്കണ്ട. ഈ വിവരക്കേട് പറഞ്ഞതൊക്കെ ഇച്ചിരി മര്യാദ വേണം ഇൻസ്പെക്ടറെ. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? എവിടെയാ പെൺകുട്ടി? പെൺകുട്ടിയല്ല, ആൺകുട്ടിയാണ്. ഓഹോ, അപ്പൊ ആൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്തോ? എവിടെയാ അവർ? Tell me the truth. വീടും വിട്ട് പ്രായമായ അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ച് എങ്ങോട്ടോ ഓടിപ്പോയ എന്റെ ഏക മകൻ കുഞ്ഞുകുട്ടനെ അന്വേഷിച്ചിറങ്ങിയവരാ ഞങ്ങള്. 30ാമത്തെ പിറന്നാളിന് മുമ്പായി വാഹനാപകടം ഉണ്ടാവാൻ യോഗ ഉണ്ടെന്നാണ് ജാതകത്തിൽ. വണ്ടിയും കാറൊക്കെ ഉള്ള സ്ഥലല്ലേ, എന്ത് പറ്റിയെന്നറിയാൻ വന്നതാ. ജീവൻ പോയിട്ടില്ലെങ്കിൽ തിരിച്ചു വിളിച്ചോണ്ട് പോണം. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതി ആണ് സത്യം. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? വാ തുറക്കാൻ സാർ സമ്മതിച്ചിട്ട് വേണ്ടേ? അല്ലേ വലിയ രാമൻ നായരെ? അതെ, ചെറിയ രാമൻ നായരെ. ക്ഷമിക്കണം, ഈ സത്യം അറിയാൻ വൈകിയത് കൊണ്ടാണ് എനിക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായത്. അതുപോട്ടെ അങ്കിൾ, നിങ്ങളുടെ മകനെ രക്ഷിക്കാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കും. ഇന്നു മുതൽ എന്റെ മുഴുവൻ അല്ല പകുതി ശ്രദ്ധ ഈ കേസിലായിരിക്കും. ബാക്കി പകുതി ഞാൻ മറ്റൊരു കേസിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. എവിടെയാ നിങ്ങളുടെ മകൻ? അതല്ലേ ഞങ്ങൾ ഇങ്ങനെ തേടി നടക്കണത്. ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ? തമ്പുരാനെ, ഫോട്ടോ ഫോട്ടോ. ചെല്ല ചെല്ല. ഫോട്ടോ. പിഞ്ചു കുഞ്ഞാണല്ലേ? അയ്യോ അല്ല, 30 വയസ്സാകാൻ പോവാ. ഓഹോ, ഇത് കുഞ്ഞുനാളിലെ ഫോട്ടോവാ, അത് വെച്ചങ്ങ് കണക്കൂട്ടിയാ മതി. ഓഹോ, ഇപ്പൊ കണ്ടാ എങ്ങനെ ഇരിക്കും? വല്യമ്പുരാനെ മുറിച്ച മുറി. ശരി, ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. എത്രയും വേഗം മകനെ കണ്ടുപിടിക്കാൻ പടച്ചോ നമ്മളെ സഹായിക്കട്ടെ. ഞാനും സഹായിക്കാം. എടി എടി എടി, ഞാൻ അത്ര മണ്ടൊന്നുമല്ല. നിന്റെ ആ പെരട്ട് കിളവ തന്തയുണ്ടല്ലോ, അവൻ ഞങ്ങളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ നോക്കി. നിന്നെ കൊല്ലാതെ വിടുമെന്ന് വിചാരിക്കണ്ട. എന്ത് കുന്തം വേണേലും ചെയ്യ്, എനിക്ക് വിശന്നിട്ട് വയ്യ. ഭക്ഷണം കിട്ടിയില്ലെങ്കിലേ ഞാൻ ഉറക്കം നിലവിളിക്കാൻ പറഞ്ഞേക്കാം. ആ സെക്കൻഡിൽ നിന്നെ കൊന്നിരിക്കും. പിന്നെ എന്നെ കൊല്ലാൻ മൂർച്ചയുള്ള ഒരു പിച്ചാത്തിയെങ്കിലും ഇവിടെ ഉണ്ടോ? അയ്യ, നിന്നെ പോലെ നീർക്കൊല്ലിയ കൊല്ല എന്തിനടി കത്തി? ഈ കോഴിയൊക്കെ കൊല്ലുന്നവരെ കഴുത്തിരിച്ച് കൊന്നുകളെ ഞാൻ. ഇങ്ങ് വാടാ കഴുത്തിലിരിക്കാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 1 മണിക്കൂർ സമയം തരാം. അതിനുള്ളിൽ ഭക്ഷണം കിട്ടിയില്ലെങ്കിലേ ഞാൻ ഒച്ചയിടും.
താഴെ ആളുകൾ താമസിക്കുന്നുണ്ടെന്നേ എനിക്കറിയാം. പിന്നെ താൻ ചെട്ടിയാരുടെ കാശും വീട്ടുവാടകയും ഒക്കെ കൊടുക്കും. താഴെ ആളുകൾ താമസിക്കുന്നവരെ നീ അവളോട് പറഞ്ഞു അല്ലേ? പറഞ്ഞു. അതിനെന്താ? അവസാനം നീ പോലീസിനെ കൊണ്ടും പിടിപ്പിക്കും അല്ലടാ? രാമേന്ദ്രൻ ദേഷ്യപ്പെടല്ലേ? അല്ലെ തന്നെ അച്ഛനെ കണ്ട മുതൽ മനസ്സിന് ആകെ ഒരു സമാധാനം ഇല്ലാണ്ടിരിക്കുക. എന്നാ അച്ഛനും കൂടെ അങ്ങോട്ട് പോരുന്നില്ലേ? മനുഷ്യനിവിടെ തീയും ചവിട്ടി നിൽക്കുക. അപ്പോഴാ അവന്റെ ഒരു അച്ഛനും കുച്ചനും. ആ ഞാൻ ആ MRC ഒന്ന് കാണാൻ പോവാ. അവസാന കയ്യിൽ നിന്ന് നോക്കട്ടെ പണം കിട്ടുമോ ഇല്ലയോന്ന്. ഞാൻ വരട്ടെ. അപ്പൊ ഇവിടെ കാവലിനാരാ? നിന്റെ മറ്റവനോ? മര്യാദയ്ക്ക് അവളെ നോക്കി ഇവിടെ ഇരുന്നോണം. എന്താ? ദയവ് ചെയ്ത് കുട്ടി ഒച്ചയൊന്നും ഉണ്ടാക്കല്ലേ. ആളുകൾ അറിഞ്ഞാ ഒക്കെ തീരും. പോലീസ് വരും, പിടിച്ചോണ്ട് പോകും. അവര് നല്ലതുപോലെ ദേഹോദ്രവേൽപ്പിക്കുകയും ചെയ്യും. അതേ, ഞാൻ ആ വെള്ളക്കുരങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. അത് പോട്ടെ, തനിക്ക് വിശക്കുന്നില്ലേ? ആ വിശപ്പൊക്കെ കലശലായിട്ടുണ്ട്. പക്ഷെ എന്താ കാര്യം? ഞങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ ഒരു ചില്ലി കാശും ഇല്ല. കാശ് ഞാൻ തരാം. എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിട്ട് വരുമോ? അയ്യോ, കാശുണ്ടെങ്കിൽ ഞാൻ എവിടെ വേണമെങ്കിലും പോയി എന്തും വാങ്ങിച്ചോണ്ട് വരാം. എന്താ? ഹലോ. അതെ വാ. താങ്ക് യു. കാര്യങ്ങളെല്ലാം അറിഞ്ഞു സാർ. എന്ത് കാര്യങ്ങള്? സാറിന്റെ മകളെ സിറ്റി ടൈഗേഴ്സ് തട്ടിക്കൊണ്ടുപോയ കാര്യം. ആ ഇരിക്ക്. ഞങ്ങളെ സാറിന് സംശയം പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ അല്ലേ? എന്തിന് സംശയം? അല്ലെങ്കിൽ ദുരന്തം ഇവിടെ സംഭവിച്ചിട്ട് ഞാനും എന്റെ സുഹൃത്തും ഒന്ന് തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞാൽ ആരായാലും സംശയിച്ചു പോകും സാർ. ഇടയ്ക്ക് ബോംബെ വരെ ഒന്ന് പോയിരുന്നേ. ഇപ്പൊ വരുന്ന വഴിയാ. ഈ ബിസിനസിന്റെ ഒരു ബുദ്ധിമുട്ട്. ആ നിങ്ങൾ സ്വല്പം ബുദ്ധിമുട്ടിലാണെന്നറിയാം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട് സാർ. ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ബോംബെയിൽ നിന്നും വരുന്ന വഴി ട്രെയിനിൽ വെച്ചൊരു ചെറുപ്പക്കാരുമായി പരിചയപ്പെട്ടു. സംസാരിച്ചു വന്ന കൂട്ടത്തിലാണ് അറിയുന്നത് അയാൾ സിറ്റി ടൈഗേഴ്സിന്റെ വർക്കറാണെന്ന്. എന്തിന്റെ വർക്കറാ? സിറ്റി ടൈഗേഴ്സ്. ഓ അവര്. ആ എന്നിട്ട് സാറിന്റെ മകളുടെ കാര്യം സംസാരിച്ച കൂട്ടത്തിൽ വന്നു. അവരാകെ കോപിച്ചിരിക്കുകയാണ് സാർ. സാർ വിവരങ്ങൾ പോലീസിൽ അറിയിച്ചത് അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കുട്ടിയെ കൊല്ലും എന്നുവരവരെന്നോട് പറഞ്ഞു. അവരങ്ങനെ തീർത്തു പറഞ്ഞോ? പറഞ്ഞു സാർ. പക്ഷെ ഞാനൊരു തരത്തിൽ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. പണം എന്റെ തന്ന ഞാൻ തന്നെ സിറ്റി ടൈഗേഴ്സിനെ കണ്ട് മോളെയും കൂട്ടി കൊണ്ട് വരായിരുന്നു. മോളെ കൊണ്ടുവരണം. അവർ ചോദിക്കുന്ന ഇരട്ടി പണവും ഞാൻ കൊടുക്കാം. പക്ഷെ കൊണ്ടുവരുന്ന ജീവനോടെ ആയിരിക്കരുത്. എന്താ സാർ ഈ പറയുന്നത്? അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. സാർ ഇത്ര മനുഷ്യത്വമില്ല സംസാരിക്കരുത്. എന്തൊക്കെയായാലും ഞാൻ എന്നെ മനുഷ്യത്വം പഠിപ്പിക്കണ്ട. പറഞ്ഞ പോലെ ചെയ്താൽ മതി. സാർ സിറ്റി ടൈഗേഴ്സ് അത്രക്കാരല്ല. തനിക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം. അവർ പാവങ്ങളാണ് സാർ. പണം കിട്ടുമെന്നറിഞ്ഞാൽ ഏത് പട്ടിയും ചെയ്യവിടോ? സാർ സ്വന്തം മകളെ ആരോ തട്ടിക്കൊണ്ടുപോയി കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അവർ ആവശ്യപ്പെട്ട നിസ്സാരമായ ഒരു തുക കൊടുത്ത് മകളെ രക്ഷിക്കേണ്ട ഒരു അച്ഛൻ എന്റെ മകളെ കൊല്ലൂ, അവളുടെ ശവമാണ് എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞ ക്രൂരത കുറച്ച് കൂടുതലാണ് സാർ. ആ ഞാൻ സ്വല്പം ക്രൂരനാ. എനിക്കൊരൊറ്റ തീരുമാനമേ ഉള്ളൂ. അത് ഞാൻ തന്നോട് പറഞ്ഞു കഴിഞ്ഞു. നടക്കില്ല സാർ. അത് നടക്കില്ല. ആ ഇല്ല. എങ്കിൽ അവന്മാരുടെ ശവം കൂടെ ഞാൻ എടുക്കേണ്ടി വരും. സിറ്റി ടൈഗേഴ്സിനെ പേടിപ്പിക്കരുത്. യു ഷട്ട് അപ്പ്. എന്റെ വീട്ടിൽ കയറുന്നു, എന്നോട് അട്ടിക്കരുന്നു. എറണാകുളത്ത് ഇറങ്ങായി മിസ്റ്റർ. താനായി തന്റെ മകളായി. തനിക്കും തന്റെ മകൾക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു ചുക്കുമല്ലോ. പേടിപ്പിക്കലോ. വെറുതെ അല്ല മോളെ കരക്കാരെ തട്ടിക്കൊണ്ടുപോയത്. തെണ്ടി. അതെ, തുക ഇത്തിരി കുറച്ചാന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? തുക അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തോന്ന് കിഡ്നാപ്പേഴ്സ് ഇവനൊക്കെ. പറഞ്ഞ വാക്കിൽ ഉറച്ചിക്കാൻ വേണ പോടാ. അങ്ങനെയാണെങ്കിൽ തന്റെ കാര്യം പോക്കാടൂ. അയ്യോ കുഞ്ഞുട്ടാ. അയ്യോ മോനെ വാഹനങ്ങൾ